സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗമായിരുന്നു കർത്താവിൻ്റെ പഠിപ്പിക്കലുടെ ഒരു കേന്ദ്ര ഭാഗം. ശിഷ്യന്മാർ മിക്കപ്പോഴും യേശുതമ്പുരാൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ മാത്രമല്ല, കർത്താവിൻ്റെ വചനങ്ങളിൽ ആശ്വാസം കണ്ടെത്തുന്നവരും ആ വചന മധുരിമ നുണഞ്ഞ് ഇറക്കുന്നവരുമായ വലിയ ജനക്കൂട്ടം പലപ്പോഴും കർത്താവിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുവാൻ വന്നുകൂടി. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രഭാഷണങ്ങളിൽ കൗതുകവും നല്ല പ്രതീക്ഷയും അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ള ആഗ്രഹം കൊണ്ടാകാം കർത്താവിൻ്റെ ശിഷ്യന്മാർ തന്നെ കർത്താവിൻ്റെ അടുക്കൽ ഒരു ദിവസം വന്നിട്ട് ചോദിക്കുകയാണ്, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരായിരിക്കും? ഗ്രീക്കുകാരുടെ സംസ്കാരം ശക്തി പ്രാപിച്ചതിന് ശേഷം റോമാക്കാരുടെ ആധിപത്യം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് കർത്താവ് ജനിച്ച് വളർന്ന ആ പ്രദേശമായ ഇന്ന് ഇസ്രായേൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂവിഭാഗത്തിലൊക്കെ റോമ ചക്രവർത്തിയുടെയും റോമ ഭരണത്തിൻ്റെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുമ്പോൾ ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ വലിയവൻ ആരാണെന്ന് ശിഷ്യന്മാർക്ക് നന്നായിട്ടറിയാം. സ്വർഗരാജ്യത്തിലും ഇങ്ങനെയാണോ എന്ന സംശയമോ കൗതുകമോ കൊണ്ടാകാം ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരായിരിക്കും? യേശുതമ്പുരാൻ മറുപടി പറയുകയും അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയും ചെയ്തു. ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തിയിട്ട്, നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് പൈതങ്ങളെപ്പോലെ ആയിത്തീരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. ദെയർഫോർ, ഈ പൈതലിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനായിരിക്കും. So who will be the greatest in the kingdom of God? The answer is very obvious. Whoever humble himself or herself like a little child will enter the kingdom of God, and he or she will be the greatest in the kingdom of God. മറ്റൊരു കാര്യം കൂടി ഇതിനോട് അനുബന്ധിച്ചുണ്ട്. ഒരു ശിശുവിനെ പോലെ തിരിഞ്ഞു വരികയും അതുപോലെ വിനയപ്പെടുകയും ചെയ്യണം എന്ന് കർത്താവ് വ്യക്തമായി പറയുകയാണ്. ഈ തിരിഞ്ഞു വരികയും വിനയപ്പെടുകയും ചെയ്യുന്നത് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള രണ്ട് കർമ്മങ്ങളാകുന്നു, രണ്ട് ആക്റ്റുകളാകുന്നു എന്ന് വിചാരിച്ചാൽ അങ്ങനെ അതിൽ പ്രവേശിക്കാൻ കഴിയില്ല. ദൈവത്തെ പ്രീതിപ്പിക്കുവാൻ, ദൈവിക അനുഗ്രഹങ്ങൾ ലഭിപ്പാൻ മിക്ക സംസ്കാരങ്ങളിലും മതങ്ങളിലും ധാരാളം നിബന്ധനകളുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നവർ അതുമൂലം അത് ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു റീഡിങ്ങിൽ പ്രത്യേകം പറഞ്ഞു, whoever do this or that will get the blessing. പ്രത്യേകിച്ച് പഴയ നിയമകാലത്ത് ചെയ്യുക, ഡു ഡു ഡു, പലതും ചെയ്താൽ അതുവഴിയായി ഒരു അനുഗ്രഹത്തോടു കൂടി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാം എന്ന് വിചാരിക്കുക അല്ല. ആദ്യമേ നമുക്ക് ഉണ്ടാകേണ്ടത് ബാഹ്യമായ ആ കർമ്മം ചെയ്യുന്നതിന് മുമ്പേ ഉള്ള ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചാണ്. ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാനും പ്രായമായ ആളുകളായതുകൊണ്ട് ഇനി ശിശുവാകുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. അപ്പോൾ അങ്ങനെയാകണമെന്ന് പറയുന്നതാണോ കർത്താവ്? അല്ല. ശിശുവിനെയും വിളിച്ചവരുടെ നടുവിൽ നിർത്തി, ദിസ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ. നിങ്ങൾ ഈ ശിശുവിനെ പോലെ തിരിഞ്ഞ് മനം തിരിഞ്ഞ് വരണം. ഈ മനംതിരിവിൽ പ്രധാനമായും ഉള്ളത് ഒറ്റയൊരു കാര്യമാണ്, മനസ്സാന്തരപ്പെടുക, പാപത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകുക. അല്ല എക്സ്റ്റേണലായി നമ്മൾ തിരിയുകയും
തിരിച്ചു തിരിയുകയും ചെയ്താലാകത്തില്ല. വിനയമുള്ള ആളുകൾ സമൂഹത്തിൽ തീരെ കുറവാണ്, ക്രിസ്തീയ സമൂഹത്തിലും തീരെയില്ല. ഇത് പുതിയൊരു അറിവായിട്ടല്ല കർത്താവ് പറയുന്നത്. ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചത് കൊണ്ടാണ്. എന്ത് തരത്തിൽ എങ്ങനെ നമുക്ക് ചെയ്യാം? ആ ചെയ്യാൻ യേശു തമ്പുരാൻ നിഷ്കർഷിക്കാൻ പോകുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരിക്കുമോ, അതോ ലഘുവായ കാര്യമായിരിക്കുമോ? അതിനെത്ര പണം വേണ്ടി വരും? അതിനെന്തെല്ലാം റിസോഴ്സസ് വേണ്ടി വരും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, സമർപ്പിക്കാനായിട്ട്? എന്തെങ്കിലും കർത്താവ് പറയുന്നുണ്ടോ? എന്തെങ്കിലും പണമിടപാടുകൾക്ക് അതിന് തുല്യമായ എന്തെങ്കിലും കാഴ്ച നേർച്ചകൾ എന്തെങ്കിലും പരാമർശിക്കുന്നുണ്ടോ? ഇല്ല. ഇത് ലോക സംസ്കാരത്തിൽ, ആത്മീയ ജീവിതത്തിൽ നവീനമായ ഒരു ഉപദേശമാണ്. യു ഡു നോട്ട് ഇൻവെസ്റ്റ് എ സിംഗിൾ പൈസേ, ബട്ട് യു ഹാവ് ടു ചേഞ്ച് യുവർ സെൽഫ്. ശിശുക്കളെ പോലെ തിരിഞ്ഞു വരണം. ഇതിനോട് ചേർന്ന് ഒരു കാര്യം കൂടെ കർത്താവ് പറയുന്നത് ലോകത്തിൻ്റെ സംസ്കാരത്തിൽ ആദ്യമായിട്ടാണെന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു. ലോക സംസ്കാരം ഉണ്ടായതിൻ്റെ അന്ന് മുതൽ തന്നെ ഇന്ന് വരെയും കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായ പരിഗണനകളും പ്രത്യേകമായ സംരക്ഷണം കൊടുക്കുന്നതല്ലാതെ അവർ സമൂഹത്തിൻ്റെ ഒരു മേഖലയിലും സ്വതന്ത്രമായ സ്ഥാനമുള്ളവരല്ല. Never ever lived a community in the history of humanity where a child is being placed at the limelight of the social strata. ഇല്ല. നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് എന്താ? പ്രത്യേകമായ പരിഗണനകൾ കൊടുക്കേണ്ടവരുടെ കൂട്ടത്തിലാണ്. വേറൊരിടത്ത് പറഞ്ഞത് വൾണറബിൾ ഇൻ ദ സൊസൈറ്റി എന്നുള്ള രീതിയിലാണ് കുഞ്ഞുങ്ങൾക്ക് പരിഗണന കൊടുക്കുന്നത്. പ്രായപൂർത്തിയായവർക്കുള്ള പ്രിവിലേജ് കുഞ്ഞുങ്ങൾക്കില്ലല്ലോ. അപ്പം നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ചൈൽഡ് ലൈക്ക് മൈൻഡും ചൈൽഡ് ലൈക്കായിട്ടുള്ള ഒരു ആത്മീയ ജീവിതം, പരിപൂർണമായൊരു വിശ്വസ്തതയും സമർപ്പണവും ഉണ്ടാകുന്നതോട് ഒപ്പം തന്നെ കർത്താവ് പറയുന്ന ഈ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ച്, ആരെങ്കിലും എൻ്റെ നാമത്തിൽ ഈ പൈതലിനെ പോലെയുള്ളവരെ സ്വീകരിച്ചാൽ അതെന്നെ സ്വീകരിക്കുന്നതിന് തുല്യമാണ്. This is something distinctive in the teaching of Jesus. കൊച്ചു കുഞ്ഞുങ്ങളെ വരെ അവരുടെ ആ ഡിഗ്നിറ്റിയും അവരുടെ ഹ്യൂമാനിറ്റിയും നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുതിർന്നവരായ ഞാനും നിങ്ങളും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ഒരു ശിശുവിനെ സ്വീകരിക്കുമ്പോൾ അവർ ശിശുവിനെ അല്ല, എന്നെ ആകുന്നു, ദൈവത്തെ ആകുന്നു സ്വീകരിക്കുന്നതെന്നുള്ള ഉദാത്തമായ ഒരു ഉപദേശം യേശുക്രിസ്തു അല്ലാതെ വേറെ ആരും തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞ ആ ഡിഗ്രി ഓഫ് കൺസിഡറേഷനിൽ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായ പരിഗണനകൾ കൊടുക്കേണ്ടവരായതുകൊണ്ട് അവരെ പ്രത്യേകം കരുതണേ എന്നുള്ള ഉപദേശം എല്ലാവരും നൽകുമെന്ന് എനിക്കറിയാം. Whoever receive a child in my name receives not the child but me. അവരെന്നെ ആകുന്നു സ്വീകരിക്കുന്നത് എന്ന് പറയുകയാണ്. ഈ ഉപദേശം ശിഷ്യന്മാർ പ്രതീക്ഷിച്ചല്ല വന്നത്. അവർക്ക് ഒറ്റ സംശയമേ ഉള്ളൂ, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരായിരിക്കും? വലിയവൻ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ്. ഈ സോഷ്യൽ സ്ട്രാറ്റ ഉണ്ടല്ലോ, നമ്മുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഒന്നാമൻ ആരായി തീരുമെന്നുള്ളതാണ്. ആ പ്രോട്ടോക്കോൾ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ പ്രോട്ടോസ് എന്നുള്ള ലാറ്റിൻ വാക്ക് വരുന്നതുകൊണ്ട് തന്നെ ഒന്നാമത് എന്നാണ് വാക്കിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ ഒന്നാമൻ, രണ്ടാമൻ എന്നുള്ള ഒരു ഗ്രഡേഷൻ, ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്. പക്ഷേ കർത്താവ് എങ്ങനെ സ്വർഗരാജ്യത്തിൽ വലിയവനായി തീരാം, അവിടെ പ്രവേശിക്കാം എന്ന് ശിശുസഹജമായ ഒരു ദൈവികമായ ക്യാരക്ടർ സ്വഭാവം നമ്മൾ ആർജിക്കുന്നതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ ദൈവതുല്യം സ്നേഹിക്കുവാനും ദൈവത്തെ സ്വീകരിക്കുന്നത് പോലെ അവരെ സ്വീകരിക്കണമെന്നുള്ള മറ്റൊരു ഭാഗം കൂടി അതിനോട് ചേർന്ന് സാന്ദർഭികമായി ഉപദേശിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽ പ്രത്യേകം വരേണ്ടതാണ്. അത്രമാത്രം കുഞ്ഞുങ്ങൾക്ക് പരിഗണന നൽകത്തക്ക രീതിയിൽ ദൈവം പ്രസാദിച്ചാണ് ഓരോ കുഞ്ഞുങ്ങളും. ഭാരതത്തിൻ്റെ ഏറ്റവും അതുല്യ മക്കളിൽ ഒരാളായിരുന്ന രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഉപദേശങ്ങളിൽ പറയുന്നത് പോലെ
ഓരോ ശിശുവും ലോകത്തിൽ ജനിച്ചു വീഴുമ്പോൾ ഈ ലോകത്തോടുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷകളുടെ ഒരു സഫലീകരണമാണത്. ആ തരത്തിൽ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ സ്വീകരിപ്പാനും കുഞ്ഞുങ്ങളെന്ന പോലെ ഞാനും ആകുമ്പോഴാകുന്നു സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്നും ഏറ്റവും ലാളിത്യത്തോടെ, വിശ്വസ്തയോടെ, സമർപ്പണത്തോടെ, ഡിപ്പെൻഡൻസിയിൽ ഞാൻ ദൈവത്തെ കൂട്ടുപിടിച്ച് ജീവിച്ചാൽ ആ സ്വർഗരാജ്യത്തിൽ വലിയവനായി തീരാം എന്ന് ചിന്തിക്കുകയും ചെയ്യണം. കർത്താവിൻ്റെ ഉപദേശങ്ങളിൽ വിരുദ്ധതകളെന്ന് മലയാളത്തിൽ ഇവിടെ വിവർത്തനം ചെയ്തിരിക്കുന്നതിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്നത് സ്കാൻഡലിസോൺ എന്നുള്ള വാക്കാണ്. സ്കാൻഡൽ എന്നുള്ള വാക്ക് വരുന്നത്, ഇംഗ്ലീഷ് വാക്ക് വരുന്നത് ആ വാക്കിൽ നിന്നാണ്. പക്ഷേ അത് പ്രധാനമായ വിരുദ്ധതകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ അല്പം ലാഘവത്വം വരുന്നോ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പാപം എന്ന് തന്നെയാണ്. ആര് മുഖാന്തരം പാപം വരുന്നുവോ അവന് അയ്യോ കഷ്ടം. നിൻ്റെ കണ്ണ് നിന്നെ പാപം ചെയ്യുവാൻ, നിൻ്റെ കരങ്ങൾ നിന്നെ പാപം ചെയ്യുവാൻ, നിൻ്റെ കാലുകൾ നിന്നെ പാപം ചെയ്യുവാൻ ആണ് പ്രേരിപ്പിക്കുന്നതെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്തുകളയുകയും അതിനെ വെട്ടിക്കളയുകയും ചെയ്തൊരു ശുദ്ധീകരണം നടത്തിയാൽ അംഗഹീനനായി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള യോഗ്യത നേടുന്നതിനേക്കാൾ അതായിരിക്കും പ്രത്യേകത, അതായിരിക്കും നന്മയെന്ന് കർത്താവ് ഉപദേശിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവയവങ്ങൾ കൊണ്ട്, നമ്മെ കൊണ്ട് തന്നെ എത്രമാത്രം ശുദ്ധമായ ഒരു ജീവിതം നയിക്കണമെന്ന വിശുദ്ധിയുടെ ഒരു ജീവിതത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. പ്രധാനമായി ചോദ്യം ഏതാണ്? സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക. സ്വർഗരാജ്യത്തിൻ്റെ പ്രത്യേകത ഇവിടെ പറയുന്ന ഒരു തരത്തിലുള്ള പരിഗണനകളും അവിടെ സ്വീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് വിശുദ്ധിയാണ് അതിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ ക്വാളിറ്റി ആൻഡ് ക്വാളിഫിക്കേഷൻ, ദ ഹോളി ലൈഫ്. മറ്റൊരു ചെറിയ ഉദാഹരണം കൂടെ കർത്താവ് പറയുന്നുണ്ട്. 100 ആടുകൾ ഉണ്ടായിരിക്കുമ്പോൾ അതിലൊന്ന് വഴിതെറ്റിപ്പോയി 99നെയും വനാന്തരങ്ങളിൽ വിട്ടിട്ട് വഴിതെറ്റിപ്പോയതിനെ അന്വേഷിക്കുന്ന ഇടയനെക്കുറിച്ച് പറഞ്ഞാണ് കർത്താവ് അവസാനിപ്പിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ വഴിതെറ്റിപ്പോയ, നഷ്ടപ്പെട്ടു പോയ ആടിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ഇടയനെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ഉപമയായിട്ടാണ് പറയുന്നത്. എന്നാൽ ഇവിടെ കർത്താവ് പ്രത്യേകം പറയുന്നത് ഈ വഴിതെറ്റിപ്പോയതിനെ അന്വേഷിച്ചു ചെല്ലുന്ന ഇടയൻ, എ സീക്കിംഗ് ഷെപ്പേർഡ്. വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വഴിതെറ്റിപ്പോവാണെന്ന് മറ്റാരേക്കാളും കൃത്യമായി അറിയാവുന്നത് നമുക്ക് തന്നെയാണ്, സംശയം വേണ്ട. അവിടെ എന്നെ അന്വേഷിച്ചു വരുന്ന ഒരിടയനുണ്ട് എന്നുള്ള ചിന്ത നമ്മെ നമ്മുടെ വഴിതെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും യഥാർത്ഥ വഴിയിലേക്ക് വരുത്തുവാനും ഇടയാകും. ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്നവരെ അന്വേഷിച്ചു പോകാൻ ഇടയാകുന്നത് എന്തുകൊണ്ടായിരിക്കും? 2 കാര്യമായിരിക്കാമെന്നാണ് എൻ്റെ ചിന്ത. ഒന്ന്, ദൈവത്തിൻ്റെ അനുപമമായ സ്നേഹം. രണ്ടാമത്, ദൈവത്തിൻ്റെ സൃഷ്ടിയോടുള്ളതായ കരുതൽ. സ്നേഹമുള്ളിടത്ത് കരുതലുണ്ടാകും. കരുതലുണ്ടാകുന്നത് സ്നേഹത്തിൻ്റെ ഒരു മൂർത്തീകരണത്തിലാണ്. അപ്പം നാം വഴിതെറ്റിപ്പോകുന്നു എങ്കിൽ, കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നു, അന്യമായി പോകുന്നുവെങ്കിൽ, സ്വകാര്യതകളിലേക്ക് പോകുന്നുവെങ്കിൽ, സംഘത്തിൽ നിന്നുകൊണ്ട് തന്നെ അവിടെയും സ്വകാര്യതയിലേക്ക് പ്രവേശിക്കുന്നുവെങ്കിൽ, വഴിതെറ്റിപ്പോകുന്നവനെ സ്നേഹബുദ്ധിയാ നേർവഴിക്ക് നയിക്കുന്ന ഒരു ഇടയനാകുന്നു ദൈവം എന്ന ചിന്ത നമുക്ക് ഉണ്ടാകണം. നാം ആഗ്രഹിക്കാതെ തന്നെ നമ്മുടെ തെറ്റുകളെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന, നാം ആഗ്രഹിക്കാതെ തന്നെ നമ്മുടെ വഴിയുടെ പിൻപിലും മുൻപിലും വന്ന് നമ്മെ നേർവഴിക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ആ സ്നേഹം എത്ര അപാരമാണ്, എത്ര അഗാധമാണ് എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് സ്നേഹബുദ്ധിയായുള്ള നേർവഴിയിലൂടെയുള്ള യാത്ര, വിശുദ്ധമായ ജീവിതത്തിൽ കൂടെ മാത്രമേ പ്രവേശിക്കാവൂ എന്ന് പറയുവാനാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള ഇന്നത്തെ വേദഭാഗത്തിലൂടെ സഭ ആഗ്രഹിക്കുന്നത്, കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ മുഴുവൻ വേദഭാഗത്തിൽ അവസാനിക്കുമ്പോൾ, ആ ഒരു പീസ് ഓഫ് നരേറ്റീവ് അവസാനിക്കുമ്പോൾ
ആദ്യത്തെ ചോദ്യം, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാകുന്നു? ശിശുസഹജമായ ലാളിത്യവും പരിപൂർണമായ ദൈവത്തിലുള്ള ആശ്രയത്വവും വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് നല്ല ബോധ്യവും വിരുദ്ധതകളും അപമാനങ്ങളും വരുന്നതിനെ തട്ടിക്കളഞ്ഞ് വിശുദ്ധീകരണത്തിന് വേണ്ടി ആഗ്രഹിച്ച് അതല്പം രക്തം ചൊരിഞ്ഞായാലും അംഗഹീനനായാലും വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിന് വിധേയപ്പെടുന്ന വഴിതെറ്റിൽ നിന്ന് നേർവഴിയിലേക്ക് വരുന്നവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനും അവിടെ ഒന്നാമനാകാനും സാധിക്കുമെന്ന കർത്താവിൻ്റെ സാരോപദേശം നമ്മെ നയിക്കട്ടെ. വിനയത്തിൻ്റെ ഏറ്റവും വലിയ മൂർത്തിമത് ഭാവം കർത്താവായ യേശു മിശിഹായ ഈ ലോകത്തിന് സംഭാവനയായി ലഭിക്കുന്നത് തന്നെ കാലസമ്പൂർണതയിൽ ദൈവമാതാവിൻ്റെ ആ സമർപ്പണമാണ്. ശിശുസഹജമായ രീതിയിൽ നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുന്ന സമർപ്പണവും ആ വിശ്വാസവും മൂലമാണ്. ആ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിനുള്ള നമ്മളെ നയിക്കുന്ന വിശുദ്ധ ശൂനോയോ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാതാവിൻ്റെ വിശുദ്ധിയും മാതാവിൻ്റെ ലാളിത്യവും മാതാവിൻ്റെ ശിശുസഹജമായ ആ പ്രവർത്തനവും നമ്മളെ നയിക്കണം. തൻ്റെ ഗർഭപാത്രത്തിൽ ലോകത്തിൻ്റെ സകലത്തെയും നിർമ്മിച്ച് കാത്തു പരിപാലിക്കുന്നവൻ, ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, രാജ്യത്വത്തിന് അവസാനമുണ്ടാകാത്തവൻ എന്ന വാഗ്ദത്തം മാലാഹയിൽ നിന്ന് ലഭിച്ചിട്ട് മറ്റ് തന്നേക്കാൾ പ്രായമായ അമ്മയുടെ അടുക്കിലേക്ക് പോവുകയും ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ ആ മാതാവിൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ ആത്മാവ് ലഭിച്ച് തുള്ളിച്ചാടുകയും ചെയ്യുന്ന ഒരു അനുഭവം ലഭിച്ചു. അങ്ങനെ ശിശുവിൽ നിന്ന് ശിശുവിലേക്കും ശിശുവിൽ നിന്ന് മുതിർന്നവരിലേക്കും ദൈവിക ചിന്തകളും പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളും പകർത്തിയ ആ ദൈവമാതാവ് നമുക്ക് ഈ കാലഘട്ടത്തിലെ ചിന്തയ്ക്ക് ഉദാത്തമായ ഒരു മാതൃകയാണ്. ഏവർക്കും പരിശുദ്ധാത്മാവിൻ്റെ നൽവരം ലഭിച്ച് മാതാവിൻ്റെ മാതൃകയിലൂടെയും മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെയും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമായി തീരട്ടെ.